നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എൻ നന്ദകുമാറാണ്. സർ, ഗുരുതര ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. ആരോപണങ്ങൾ ഗുരുതരമാണെങ്കിലും രാജിവെക്കാതെ കസേര പിടിച്ചു നിൽക്കാനുള്ള രാഷ്ട്രീയ ഗണിതമാണ് ഇന്ന് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതിന് പകരം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭയവും പാർട്ടിയുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളൊക്കെ മുൻനിർത്തിയാണ് ഇത്തരം തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പ് തന്നെയാണ്. സാറിന്റെ ചോദ്യം ഇതാണ്: കുറ്റാരോപിതനായ ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാനുള്ള അവകാശമുണ്ടോ? കേരളത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ചർച്ചാ വിഷയമാണ് പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ആളുകൾ വളരെ രസികനാണ്. പ്രത്യേകിച്ച് യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ അദ്ദേഹം കോൺഗ്രസ് അല്ല എന്ന് പറയുന്നില്ല കേട്ടോ, യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. എന്താണൊരു കോൺഗ്രസ്സുകാരന് ആവശ്യമുള്ള ഗുണങ്ങൾ അതെല്ലാം രാഹുലിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കാണുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കും, അവരുമായിട്ട് അദ്ദേഹം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ചാറ്റ് ചെയ്യുന്ന ആളുകളെ അദ്ദേഹത്തിൻ്റെ കെണിയിൽപ്പെടുത്തിയതിനു ശേഷം അവർ ചീറ്റ് ചെയ്യുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഈ ചാറ്റിങ്ങും ചീറ്റിങ്ങും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നയപരിപാടികളുടെ ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാം അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമോ? അത് രാജിവെക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തില് ആകെ എനിക്ക് തോന്നുന്നു ഒരു 5-10 പെണ്ണുങ്ങളെയാണ് അദ്ദേഹം ഭയപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് അദ്ദേഹം ചാറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നവരെണ്ണം 4-5 മറ്റോ വരിക എന്ന് തോന്നുന്ന അതൊന്നും വളരെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊന്നൊരു കൂടുതലാണെന്ന് എനിക്ക് സത്യത്തിൽ തോന്നിയിട്ടില്ല. കാരണം കോൺഗ്രസ്സില് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞ് ഇവരെ ആരെ കൊണ്ടുവരിക? ഈ പാർട്ടിക്ക് ഒരാള് വേണ്ടേ? ചെറുപ്പക്കാരെങ്കിലും വേണ്ടേ? ഉള്ള ചെറുപ്പക്കാരൊക്കെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ മുതിർന്ന ആളുടെ അവസ്ഥ അതാണ്. കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. 1985 അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കുന്ന NSUവിന്റെ ഓൾ ഇന്ത്യ സമ്മേളനം നടന്നു. എവിടെയാണെന്ന്? നാഗ്പൂരിൽ നടന്നു. അന്നത്തെ കോൺഗ്രസ് അതിന്റെ NSUവിന്റെ ഓൾ ഇന്ത്യ അധ്യക്ഷനാരാന്നുള്ളവരും എല്ലാ മലയാളികൾക്കും നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ നടന്ന സമയത്ത് വിദ്യാർത്ഥികൾ അവിടേക്ക് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ നിന്നിങ്ങനെ വന്നിറങ്ങി. അന്ന് ഇതേപോലെ ഫ്ലൈറ്റിൽ നിന്ന് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളും നേതാക്കന്മാരൊക്കെ തന്നെ വന്ന് ട്രെയിനിലാണ് വന്നേ. അങ്ങനെ വന്നിറങ്ങിയ സമയത്ത് ഇരുവശത്തുള്ള വീടുകളിൽ കടന്നു ചെന്ന് അവിടെയുള്ള യുവതികളെ മുഴുവൻ ബലാത്സംഗം ചെയ്തത് NSUവിന്റെ പ്രവർത്തകന്മാരാണ്. അതിന്റെ പേരിൽ കേസുണ്ടല്ലോ. ഇവർ 100 കണക്കിന് ആളുകളുടെ പേരിൽ അക്കാലത്ത് കേസ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ പലരും ജയിലിലും കിടന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ പിൽക്കാലത്ത് കോൺഗ്രസിന്റെ വളരെ മിടുമിടുക്കന്മാരായിരിക്കുന്ന നേതാക്കന്മാരായിട്ട് മാറിയതിന് ചരിത്രം സാക്ഷിയാണ്. ഇത് മാത്രമൊന്നുമല്ലല്ലോ, ഡൽഹിയിൽ വേറെ സംഭവം ഉണ്ടായി. എന്റെ ഓർമ്മയുള്ള പേര് സഞ്ജയ് എന്നെങ്ങാണ്ട. ഈ പറയുന്നൊരു നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാ. ടിയാനി തണ്ടൂരില് അടുപ്പിൽ വെച്ചിട്ട് ആളുകളെ കത്തിക്കുന്നതിൽ വിദഗ്ധനാണ്. അന്ന് ഉണ്ടായിരുന്ന ഒരു സഹോദരങ്ങൾ, ഞാൻ ആ സഹോദരന്മാരുടെ പേര് പറയാമെന്ന് എനിക്കറിയില്ല, ഒരു സഹോദരനും സഹോദരിയും അവരെ പിടിച്ചു കൊണ്ടുപോയി ആ പറയുന്ന പെൺകുട്ടിയെ അതിനീചമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് അവളെ തണ്ടൂരി അടുപ്പിൽ വെച്ച് കത്തിച്ചതിന്റെ വാർത്തകള് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇത് ചെയ്യാനും യൂത്ത് കോൺഗ്രസ്സുകാരന് യാതൊരു മടിയില്ല. അതിന് മാത്രമായിരുന്നില്ല, ഇപ്പൊ കേരളത്തിൽ എന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തില് എറണാകുളം തൃശ്ശൂർ രാമനിലയത്തില് അന്ന് K. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് ഒരു ആൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് K. കരുണാകരന്റെ എതിർപക്ഷത്തേക്ക് പോയിട്ടുള്ള ഒരു യുവജന നേതാവ് ഒരു സിനിമാ താരവുമായിട്ട് അവിടെ രാമനിലയത്തിൽ എത്തിയിട്ടുണ്ട്, പോലീസ് റെയ്ഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതൊരു തെറ്റായിട്ടുള്ള സന്ദേശമായിരുന്നു. ഏതാണെങ്കിലും K. കരുണാകരൻ ആ സമയത്ത് ആ പറയുന്ന ആളെ ഒന്ന് വകവരുത്താൻ വേണ്ടിയിട്ട് തൻ്റെ പോലീസ് സേനയെ അങ്ങോട്ടേക്ക് അയക്കുകയും അയാളോട് റെയ്ഡ് ചെയ്യുകയും റെയ്ഡിൽ പിടിക്കപ്പെടുന്ന ആൾ ആരാണെന്നുള്ള വിവരം കേരളത്തില് മിക്കവാറും പൊതുസമൂഹത്തിന് മുഴുവൻ നിശ്ചയമുണ്ട്. അറിയപ്പെടുന്നൊരു സിനിമാ താരവുമായിട്ട് പിടിക്കപ്പെടുന്നത് അന്നത്തെ കോൺഗ്രസിന്റെ കടന്നു വന്നൊരു നേതാവ്, പിൽക്കാലത്ത് കോൺഗ്രസിന്റെ KPCC ഭാരവാഹിയായ ഒരു നേതാവ്, പിൽക്കാലത്ത് അദ്ദേഹം നിരവധി ചുമതലകളൊക്കെ വഹിച്ചു. അങ്ങനെയുള്ളൊരു നേതാവിനെ പിടിക്കപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ രാമനിലയം. അത് അവിടെ മാത്രമല്ല, കോൺഗ്രസ് അതൊന്നും തീർന്നില്ല കേട്ടോ. മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ നേതാവ്, പിൽക്കാലത്ത് ജനപ്രതിനിധിയായിട്ടൊരു നേതാവ്, അയാൾ ഉടുമുണ്ടിരിഞ്ഞുകൊണ്ടാണ് അയാൾ ഓടിക്കളഞ്ഞത്. അയാളെ ജനങ്ങൾ പിടിച്ചു നിർത്തി. അവസാനം പോലീസിനെ ഏൽപ്പിച്ചു. പോലീസുകാരെ ഇയാളെ വെറുതെ വിട്ടു. ആ സമയത്ത് ഇയാളുടെ പാർട്ടിക്കാരുടെ സഹായത്തോടു കൂടിക്കൊണ്ട് ഒരു ജീപ്പിൽ കയറി രക്ഷപ്പെട്ടതിനും കേരളം സാക്ഷിയാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല.
കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഈ തരത്തിൽ നിരവധി അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ യാത്രയിലുണ്ട്. കാരണം കോൺഗ്രസ്സുകാർക്ക് തെറ്റായിരുന്നില്ല. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചൊന്നും ഈ തരത്തിൽ അവിഹിത ബന്ധങ്ങള് കോൺഗ്രസിന്റെ കൂടപ്പിറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇവരൊന്ന് മാറി നിൽക്കാൻ, യൂത്ത് കോൺഗ്രസിന്റെ മാറി നിൽക്കാൻ പറഞ്ഞാല് ഇപ്പൊ രാജിവെച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഈ രാജിവെച്ചത് ഞാൻ മനസ്സിലാക്കണത് ആ മനുഷ്യൻ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആവാൻ സാധ്യതയുണ്ട്. കാരണം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആ മികച്ച പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തില് കോൺഗ്രസ് അദ്ദേഹത്തിന് അർഹമായുള്ള സ്ഥാനം കൊടുക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നൊരു വസ്തുതയുണ്ട്. 2002-2003 സമയത്താണ് ഒരു അഖിലേന്ത്യാ നേതാവ് ഡൽഹിയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ വന്നു. അദ്ദേഹം ഒറ്റയ്ക്കല്ലാട്ടോ വന്നത്, അദ്ദേഹത്തിന് കൂടെ ഒരു കൊളംബിയക്കാരിയും കൂടി ഉണ്ടായിരുന്നു. അവർ വന്ന് താമസിച്ച എറണാകുളത്ത്, ഇവിടെ ആലപ്പുഴ ജില്ലയിൽ കുമരകത്താണ് വന്ന് താമസിച്ചത്. ആ കുമരകത്ത് വന്ന് താമസിക്കുന്ന സമയത്ത് എൻ്റെ ധാരണ ആ സമയത്ത് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം കൂടി ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം കുമരകത്ത് വന്ന് താമസിക്കുന്നതിൻ്റെ കുറച്ച് മാറിയിട്ടുള്ള സ്ഥലത്തുള്ള ഒരു റിസോർട്ടിൽ താമസിച്ചു പോയ കൊളംബിയക്കാരിയും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള ഒരു വ്യക്തമായ ചിത്രം അന്ന് പിൽക്കാലത്ത് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ കോൺഗ്രസിന് ഭൂഷണമാണ്. കോൺഗ്രസിന്റെ ജീവിത യാത്രയിൽ ഇത്തരം നിരവധി സംഭവങ്ങളുണ്ട്. അവർക്കെതിരായിട്ട് നടപടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെ പിന്നെ കോൺഗ്രസിൽ ഉണ്ടാവുക? കോൺഗ്രസിലെ ഏത് നേതാവിനാണ് ഇത്തരം അവിഹിത ബന്ധങ്ങളില്ലാത്ത നേതാക്കന്മാർ ആരാ ഇവിടെ കോൺഗ്രസിലുള്ളത്? കോൺഗ്രസിന്റെ ഏത് നേതൃത്വത്തിലാണ് ഉള്ളത്? ഇവർക്കൊക്കെ പല പേരുകളില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലൊരു സത്യാവസ്ഥ നമ്മളോടൊക്കെ പറഞ്ഞു. എന്നോടാരും പറഞ്ഞിട്ടില്ല രാജിവെക്കാൻ. AICC നേതൃത്വം എന്നോട് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ KPCC നേതൃത്വം പറഞ്ഞിട്ടില്ല. കേരളത്തിലെ KPCC പ്രസിഡന്റ് സത്യസന്ധന അദ്ദേഹം പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല രാജിവെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരും രാഹുലിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം രാഹുൽ തിരിച്ച് ഇവരോട് ചോദിച്ചു എന്നിരിക്കട്ടെ, ഞാൻ രാജിവെക്കാം, പക്ഷെ താങ്കൾ രാജിവെക്കുമെന്ന് രാഹുലിനോട് ആവശ്യപ്പെടുന്ന മുഴുവൻ നേതാക്കന്മാരോടും രാഹുൽ ചോദിച്ചാല് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാത്രമല്ല ഓൾ ഇന്ത്യ നിലവാരത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഒരു വല്ലാതെ കിടന്ന ഒരു ബുദ്ധിമുട്ടെന്നുള്ള കാര്യം സംശയമില്ല. അത് ഇന്നും തുടങ്ങിയിട്ട് പരിപാടിയല്ല. 1975 അടിയന്തരാവസ്ഥ കാലം വന്നു. അന്ന് കോൺഗ്രസിന്റെ നേതാവ് സഞ്ജയ് ഗാന്ധിയാണ്. അയാളുടെ രണ്ടു വശത്തും നിരന്നിരിക്കുന്ന 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്താ പേരെന്നറിയാമോ? ഒരാളുടെ പേര് സോണിയാഗാന്ധി എന്നാണ്. അംബിക സോണി എന്നാണ് ഒരാളുടെ പേര്. മറ്റാളുടെ പേര് രുക്സാന സുൽത്താന എന്നവരുടെ പേര്, രണ്ടാമത്തെ ആളുടെ പേര്. ഈ 2 പേരും കൊണ്ടായിരുന്നു ഇയാളുടെ ഭരണം ഉണ്ടായിരുന്നത്. ഇയാള് 5 പരിപാടികൾ പ്രഖ്യാപിച്ചതും അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളെ, യുവാക്കന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് അവരെയെല്ലാം സ്റ്റെറിലൈസ് ചെയ്തതും ഇതെല്ലാം അദ്ദേഹം ചെയ്തത് ഈ പറയുന്ന യുവതികളുടെ സാന്നിധ്യത്തിലായിരുന്നു എന്നുള്ള വസ്തുതയാണ്. അദ്ദേഹം അവിടെ ഡൽഹിയിലെ ഇപ്പോഴത്തെ പാലിക ബസാറിലെ സ്ഥലമുണ്ട്, തുർക്കുമാൻ ഗേറ്റ്, അത് ഇടിച്ചു നിരപ്പാക്കിയതൊക്കെ തന്നെ ഈ പറയുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിക്കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് കോൺഗ്രസിൽ തെറ്റേയല്ല. ആ തെറ്റല്ലാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ രാഹുലിന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ഭാവിയുണ്ട്. അദ്ദേഹം ഒരു 10-12 സ്ത്രീകളെ പറ്റിച്ചിട്ടുള്ളൂ. ഇനിയും അദ്ദേഹത്തിന് കൂടുതൽ സ്ത്രീകളെ പറ്റിക്കുവാനുള്ള, യുവതികളെ പറ്റിക്കുവാനുള്ള ഒരു സാഹചര്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ നേതൃപരമായിരിക്കുന്ന കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്വം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയൊക്കെ വേണമെങ്കിൽ മാറ്റിയിട്ട് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സഹായകമായിരിക്കും. ഇപ്പൊ നിലവിലിരിക്കുന്ന സഹായി എന്ന് പറയുന്ന ആള് നമുക്ക് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. കേരളത്തിൽ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു നായികയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പേര് വന്ന ഒരാളാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വലിയ മുഖ്യ ഉപദേഷ്ടാവ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള ശ്രമത്തിലാണ്. ഈ പറയുന്ന ആളുകൾക്ക് തുലനം ചെയ്യാവുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തില്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ നേതൃപരമായ രംഗത്ത് ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കുന്നത് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതെ സർ, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഉത്തരവാദിത്വവും വിശ്വാസവും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള
പ്രതിനിധിയാണ്. എന്നാൽ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലും MLA സ്ഥാനത്ത് പിടിച്ചു നിൽക്കാനുള്ള തീരുമാനം ഇത് വ്യക്തിപരമായ പിടിവാശിയല്ല എന്ന് വ്യക്തമാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ ക്രൂര കണക്കുകൂട്ടലുകൾ തന്നെയാണിത്. പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്താലും MLA സ്ഥാനം കൈവശം വെക്കുന്നത് പാർട്ടിക്ക് നിയമസഭയിലെ തുലനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ വലയം തന്നെയാണ്. ഇവിടെ ചോദ്യം ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, നിയമവും ജനങ്ങളുടെ വിശ്വാസവും തമ്മിൽ പൊരുത്തക്കേടില്ലാതെ നിലനിൽക്കുമോ എന്നത് തന്നെയാണ്. എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി. നമസ്തേ.